നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ദുഃഖങ്ങളും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതിനൊക്കെ പരിഹാരമായിട്ട് നോക്കിയ ഒരു തൊടുകുറിയിൽ മേലുള്ള മൈൻഡ് റീഡിംഗ് ആണ് ഇന്ന് ഞാൻ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടുന്നത് മനസ്സ് ഏകാഗ്രമാക്കിയ ശേഷം ഇതിലൊരു പൂവിനെ തിരഞ്ഞെടുക്കുക. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മൂലം നിങ്ങൾ ഒരുപാട് മനോദുഃഖം അനുഭവിക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരങ്ങളെല്ലാം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പുഷ്പത്തിലൂടെ വെളിപ്പെടുത്തുന്നതാണ്. ഫയൽ 1 സൂചിപ്പിച്ചിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള പുഷ്പത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ തൊടുകുറി പ്രകാരം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം ഭംഗിയായിട്ട് തന്നെ സാധിച്ചു കിട്ടും. പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്നത്. താങ്കൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളെല്ലാം തീരും. ഇനിയും ഏകദേശം 2 മാസമെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സുഖപ്രദമായിരിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. താങ്കൾ വളരെ ഒരു ദേഷ്യക്കാരനായിട്ട് പല സമയങ്ങളിലും കാണാറുണ്ട്. താങ്കളുടെ ഈ ദേഷ്യം വളരെ കഷ്ടതകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇനിയും ആ ഒരു സ്വഭാവമൊക്കെ അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. അതല്ലെങ്കിൽ അടുത്ത് തന്നെ നിങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിശബ്ദരായിട്ട് തന്നെ ഇരിക്കണം. കൂടുതലായിട്ട് സ്വരം കൂട്ടി സംസാരിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ 2 മാസം കൂടി ക്ഷമിക്കുക. നിങ്ങൾക്ക് എല്ലാം ശരിയായി വരുന്നുണ്ട്. സാമ്പത്തിക രംഗം ഒരിക്കലും നിങ്ങൾക്ക് തൃപ്തികരമായി തോന്നുകയില്ല. വരവിൽ കവിഞ്ഞപ്പോഴും ചിലവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പരസഹായം തേടിക്കഴിഞ്ഞാൽ ഇവർക്ക് വലിയ രീതിയിലൊന്നും ഒരു പ്രയോജനവും കിട്ടുകയുമില്ല. അതുപോലെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ഇവർ ഓരോ ചുവട് മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ സാമ്പത്തികത്തിൻ്റെ പേരിൽ വാക്ക് തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നത് ഒരു പതിവാണ്. കുടുംബാംഗങ്ങൾ യാതൊരുവിധ പിന്തുണയും നിങ്ങൾക്ക് തരാതെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉറക്കം പോലും ലഭിക്കുന്നില്ല. പോഷകാഹാരം നല്ല രീതിയിൽ ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് സ്വയം പരിചരിക്കാനുള്ള ഒരു ഏകാന്തമായിട്ടുള്ള സമയം പോലും ലഭിക്കാത്ത അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിനായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമയം വളരെ കൂടുതലാണ്. ഒരു ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്നതിലധികം സമയം നിങ്ങൾ അവിടെ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ജോലിയെക്കുറിച്ച് ഓർത്ത് തന്നെ നിങ്ങൾ വളരെയധികം സമ്മർദ്ദപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ചെയ്തു തീർക്കാനാകുമോ എന്ന് നിങ്ങൾ ആകുലപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. ഇതെല്ലാം നിങ്ങളിൽ സമ്മർദ്ദം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ ചിലപ്പോൾ ചീത്ത വിമർശനം കേൾക്കേണ്ടി വന്നേക്കാം. മോശമായിട്ടുള്ള ആശയവിനിമയം നിങ്ങൾക്കെതിരെ നടക്കും. ഇതൊക്കെ നിങ്ങൾ ബോധപൂർവമായിട്ട് തന്നെ അവഗണിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിന് പാത്രമാകും. ഒന്നുകിൽ നിങ്ങൾക്കെതിരെ ഒരു അക്രമത്തിന് പോലും തുടക്കമിടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ചീത്ത വിമർശനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാതെ നിങ്ങൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറ്റപ്പെടുത്തലും പ്രതിരോധവും എല്ലാം നിങ്ങൾ തിരിച്ചും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു സമ്മർദ്ദത്തിലേക്ക് പോകും. കുടുംബത്തിലെ ധൂർത്ത് പരമാവധി ഒഴിവാക്കാനും കുറച്ചെങ്കിലും നിക്ഷേപിക്കാനുമുള്ള ഒരു തീരുമാനം നിങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന കുടുംബാംഗങ്ങളായാൽ പോലും അവരിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് അകന്ന് നിൽക്കുക. സ്ഫുടതയോടും ചടുലമായിട്ട് നിങ്ങൾ സംസാരിക്കും. അതുപോലെ തന്നെ മനോദൃഢതയും ഉണ്ടാകും. പക്ഷേ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പാടെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും ഒരു പരിധി വെച്ച് വേണം നിങ്ങൾ ഇടപെടേണ്ടത്. വിചാരിച്ചിരിക്കാതെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെമ്പൽ കൊള്ളാതെ നിങ്ങൾ വളരെയധികം കരുതിയിരിക്കണം. ഓരോ ചില്ലിക്കാശും നിങ്ങൾ പരമാവധി കഷ്ടപ്പെട്ടാണ് നേടിയെടുക്കുന്നത്. അത് ചെലവഴിക്കുന്ന കാര്യത്തിലും ഒരു മടിയും കാണിക്കുന്നില്ല. അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിതീവ്രമായിട്ടുള്ള ഒരു മോഹം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. പ്രായം വർദ്ധിക്കും തോറും ഭൗതിക സുഖങ്ങളോട് നിങ്ങൾക്ക് വിരക്തിയും ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ആസക്തിയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയുമാണ്. അതുപോലെ തന്നെ ഏത് കാര്യത്തിന് നിങ്ങൾ നാവിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുടുംബത്തിലെല്ലാവരും ഞാൻ പറയുന്നത് ശരിയും തെറ്റുമെന്ന് നോക്കാതെ അനുസരിച്ച് കൊള്ളണമെന്ന് ഒരു നിർബന്ധ ബുദ്ധി നിങ്ങളിലുണ്ട്. അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ദേഷ്യം ഉണ്ടാക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കാതെ പോകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ വളരെയധികം ദേഷ്യത്തോടു കൂടി പെരുമാറുന്നുണ്ട്. നിങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം തെറ്റിപ്പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ അഭിനന്ദനമൊന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട സാഹചര്യമില്ല. എങ്കിലും നിങ്ങൾ വളരെ ആർദ്രമായിട്ടുള്ള ഹൃദയമുള്ളവരായിരിക്കും. എല്ലാവരോടും സ്നേഹപൂർവ്വം തന്നെ പെരുമാറും. ആരെന്ത് ചോദിച്ചാലും നിങ്ങൾ കൊടുത്തു പോകും. അതേസമയം മനസ്സിൽ തോന്നുന്നത് അതുപോലെ തന്നെ പറയാനുള്ള ഒരു ധൈര്യവും നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ പുഷ്പമായ ചുവന്ന നിറത്തിലുള്ള പൂവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ തൊടുകുറി പ്രകാരമുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായ സമയത്ത് നിങ്ങളെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറച്ച് വസ്തുക്കൾ അല്ലെങ്കിൽ സ്വത്ത് നഷ്ടമായി പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. കുറച്ച് നാളുകളായി നിങ്ങൾ വളരെ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം 5 മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുഖമുണ്ടായിത്തീരും.
അതുവരെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ തുടരുക. നിങ്ങൾക്ക് ജയമുണ്ടാകും, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ എന്ത് കാര്യങ്ങളിൽ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രവേശിച്ചാലും നഷ്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പണമിടപാടുകളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കുറച്ച് നാൾ നിങ്ങൾ നല്ല ഈശ്വരഭക്തിയോടുകൂടി തന്നെ കഴിയുക. അതുപോലെ മറ്റൊരാളെ അമിതമായിട്ട് വിശ്വസിക്കരുത്. പണം ആർക്കും വിശ്വാസത്തിൻ്റെ പേരിൽ കടം കൊടുക്കാനും ഒന്നും പാടില്ല. നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് വളരെ സത്യസന്ധമായിട്ടാണ് ഇടപെടുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ പിരിമുറുക്കത്തോടു കൂടി നിങ്ങൾ രഹസ്യമായിട്ടുള്ള സമ്പാദ്യങ്ങളൊന്നും നിങ്ങൾക്കില്ല. അതുപോലെ തന്നെ നിങ്ങളെല്ലാ മാസവും ചിലവാക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ, ഒരു പൈസയെങ്കിലും കൂടുതലായിട്ട് നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറേ അധികം പ്രതീക്ഷകളുമായിട്ടാണ് നിങ്ങൾ ആ ഒരു നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലെ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിങ്ങൾക്കാണ് ഏറ്റവും വലിയ പങ്ക്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരെ നയപരമായിട്ട് സംസാരിക്കുവാനൊരു കഴിവ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ തന്ത്രപരമായിട്ട് പെരുമാറാനുള്ള കഴിവും കാണിക്കും. ഇത് സ്വതസിദ്ധമായിട്ട് തന്നെ നിങ്ങൾക്കുള്ളതാണ്. ധാരാളം ആളുകളുമായിട്ട് ഇടപഴകുമെങ്കിലും ആരോടും ഹൃദയം തുറന്ന് നിങ്ങൾ സംസാരിക്കുകയില്ല. പക്ഷേ നിങ്ങളോട് ഇടയാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വിചാരമില്ലാതെ തന്നെ അസാമാന്യമായിട്ടുള്ള ധീരത കാണിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ശത്രുവാണെങ്കിൽ പോലും ഭയന്നു പോകും. അതുതന്നെയാണ് നിങ്ങളുടെ ഒരു വിജയത്തിനുള്ള കാരണം. നിങ്ങൾക്ക് അത്ര തന്നെ ഒരു ശക്തി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പുറമേ അത് കാണിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ചില സമയങ്ങളിലെല്ലാം നിങ്ങൾ വളരെ സമർത്ഥരാണ്. പിടിവാശി കാണിച്ച് നിങ്ങളുടെ ആ ഒരു തീരുമാനം അവരിലേക്കും എടുപ്പിക്കും. ഔദ്യോഗിക സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൽ ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചേരും. ന്യായമല്ലാത്ത കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളത് വലിച്ചെറിയാൻ, ആ ഉദ്യോഗം തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ മടിയില്ലാത്ത ആൾക്കാരുമാണ്. അതുപോലെ തന്നെ അതിലും വലിയ ഒരു ജോലി നിങ്ങൾക്ക് താമസിയാതെ ലഭിക്കാനുള്ള ഒരു യോഗ്യതയും കാണും. മറ്റുള്ളവരോട് വളരെ സൗമ്യമായിട്ട് പെരുമാറും. മറ്റുള്ളവരുടെ മനസ്സിന് വേദന തട്ടുന്ന രീതിയിൽ ഇവരൊന്നും സംസാരിക്കുകയുമില്ല. ഉദാരമതികളായിരിക്കും ഇവർ. അതുപോലെ ശുദ്ധഗതിക്കാരുമായിരിക്കും. ഇവരെ പെട്ടെന്ന് തന്നെ ചിലർക്ക് കബളിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ട ബിസിനസ്സുകളിൽ നിങ്ങൾ പിന്നോട്ട് പോകാനും കാരണമാകും. കുടുംബത്തിൽ വിപരീത സ്വഭാവമുള്ള പങ്കാളിയാണുള്ളതെങ്കിലും അവരോട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി, സ്നേഹത്തോടു കൂടി നിങ്ങൾ ഇടപെടണം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം തന്നെയാണ്. കുടുംബത്തിനുള്ളിലുള്ള പ്രശ്നം കൊണ്ട് തീവ്രമായിട്ട് വേദന അനുഭവിക്കുന്നവരുണ്ട്. എത്ര നന്നാക്കിയാലും നന്നാകുന്നില്ല എന്ന രീതിയിൽ ഒന്നുകിൽ പങ്കാളി അല്ലെങ്കിൽ മക്കൾ, മറ്റു കുടുംബാംഗങ്ങളൊക്കെ ഇവരെ പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല. നിങ്ങളതിൽ ഭയപ്പെടേണ്ട കാര്യവുമില്ല. നിങ്ങൾക്ക് ലാഭവും നഷ്ടവും എല്ലാം തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലാഭം വരുമ്പോൾ കൂടുതലായിട്ട് സന്തോഷിക്കുകയും എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ കൂടുതൽ ദുഃഖിക്കുകയും ഒന്നും വേണ്ട. ഏതായാലും അനുഭവിക്കേണ്ടതെല്ലാം കുറേയൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു കളയുക. ഇനി മുതൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഫലം ലഭിക്കും. ദൈവവിചാരത്തോടു കൂടി ഇരിക്കുക. മൂന്നാമതായി കാണിച്ചിട്ടുള്ള വെള്ള നിറത്തിലുള്ള പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ തൊടുകുറി പ്രകാരമുള്ള അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അന്ത്യമുണ്ടാവുകയാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ സഫലമാകും എന്നുള്ളൊരു വിചാരത്തോടു കൂടി നിങ്ങൾ കൈകെട്ടി ഇരിക്കരുത്. സദാസമയം നിങ്ങളുടെ ജോലിയിൽ മുഴുകുക. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ ജീവിതത്തിൽ തന്നെ ഒരു കർമ്മിയായിട്ടാണ് കാണുന്നത്. സദാസമയവും നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അടങ്ങിയിരിക്കുന്നില്ല. അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും. പണത്തിന് അതിയായിട്ടുള്ള ആവശ്യങ്ങൾ താങ്കളുടെ കുടുംബത്തിലുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ താങ്കൾക്ക് കുറച്ച് വിരോധികളുണ്ട്. എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ലാഭം തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഭക്തിയോടുകൂടി ആരാധിക്കുക. എല്ലാം സഫലമാകും, തീർച്ചയാണ്. അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് വരാറുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങൾ നല്ല ഭാഗ്യമുള്ള ഒരാളും കൂടിയാണ്. നിങ്ങൾക്ക് നല്ല സന്തതികളായിരിക്കും ഉണ്ടാകുന്നത്. ജീവിക്കാനുള്ള ധനസ്ഥിതിയൊക്കെ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ സമാധാനത്തോടു കൂടി ജീവിക്കണം. സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ സ്വാഭാവികമായിട്ട് നിങ്ങൾ അത്ര വലിയ ഉത്കണ്ഠാകുലരല്ല. പക്ഷേ നിങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ട് അതിയായിട്ട് ഉത്കണ്ഠപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, ഇവയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് കൂടുതലാണ്. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നും ദൈവം ഞങ്ങളെ സഹായിച്ചു കൊള്ളുമെന്നുമുള്ള ഒരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും. പല കാര്യങ്ങളിലും നിങ്ങൾ വളരെ സമർത്ഥരായിരിക്കും. അതുപോലെ പല മാർഗങ്ങളിലും പല പ്രവൃത്തികളിലും എടുക്കുന്നവരുമായിരിക്കും. പക്ഷേ അതിന് അനുസൃതമായിട്ടുള്ള ഒരു സാമ്പത്തിക പുരോഗതി പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ തീവ്രത കൂട്ടാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം. നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ മക്കൾ, മാതാപിതാക്കൾ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ എപ്പോഴും നല്ലൊരു തീവ്രത കൊണ്ടുവരണം. നിങ്ങളുടെ പിതാവിൻ്റെ ആ ഒരു സ്വത്ത് കൊണ്ടോ പിതാവിനെ കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും കിട്ടിയില്ല എന്ന് വരാം. പക്ഷേ നിങ്ങളതൊന്നും ഓർത്ത് ദുഃഖിക്കരുത്. സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഒരു സ്പർശം അല്ലെങ്കിൽ ഒരു ആലിംഗനം, ഒരു ചെറിയ സമ്മാനം, വാത്സല്യവും സ്നേഹവും കലർന്ന പെരുമാറ്റം ഇവയൊക്കെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സന്തോഷപൂരിതമാക്കണം. കുടുംബത്തിനുള്ളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ അച്ചടക്കം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. ഒരാളായിരിക്കും ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുക, അതുപോലെ ഒരാളായിരിക്കും ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നതും. പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു വീട്ടിൽ കലഹമുണ്ടാകുന്നതിന് പ്രധാന കാരണം ഇതൊക്കെ തന്നെയായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അതുപോലെ തന്നെ കൂടുതലായിട്ട് സമ്പാദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ അധികാരവും അയാളുടെ മൂല്യങ്ങൾക്കൊക്കെ അവിടെ വില കൊടുക്കേണ്ടതായിട്ട് വരും. കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ നിരന്തരമായിട്ട് പണം ചിലവഴിക്കുന്നതും ലാഭിക്കുന്നതും ഇതേ പറ്റിയിട്ട് ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു പ്രശ്നത്തിനിട വരുത്തരുത്. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു സ്വഭാവവിശേഷത, നിങ്ങളൊന്നിനെയും പെട്ടെന്ന് തന്നെ വകവെച്ച് കൊടുക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യത്തില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വാസം തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനും വളരെ പ്രയാസമായിരിക്കും. ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരുമായിട്ട് ഒരു തരത്തിലുമുള്ള കൂട്ടുബന്ധങ്ങളും കൂട്ടുകച്ചവടവും ഒന്നും നടത്താനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾക്ക് എത്ര തന്നെ നേതൃത്വ പാഠവും നിയന്ത്രിക്കാനുള്ള ഒരു അധികാരമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് ദോഷകരമായി തീരും. നേരത്തെ തീരുമാനിച്ച പ്ലാൻ അനുസരിച്ച് മാത്രം നിങ്ങൾ എന്തെങ്കിലും പദ്ധതികൾക്കായിട്ട് ഇറങ്ങി പുറപ്പെടണം. നിങ്ങൾ കഴിവതും നേർവഴിക്ക് മാത്രമേ സഞ്ചരിക്കൂ. അതുപോലെ നിങ്ങൾ ഒരു സാധനവും പാഴാക്കി കളയുന്ന ഒരു സ്വഭാവമില്ല. അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കൊന്നും നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയുമില്ല. നിങ്ങൾ പുറത്ത് കാണുന്നതിനേക്കാൾ നല്ല ഉന്മേഷവാനാണ്. അതുപോലെ മനസ്സിലുള്ളതെല്ലാം നല്ല ആശയങ്ങളും പദ്ധതികളും ഒക്കെ ആയിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവസരം കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരുവിധ മനോവിഷമത്തിനും അർഹതയില്ല. എല്ലാം വിജയമായിട്ട് തന്നെ തീരും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.